അവിടെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? പറയല്ലേ അപ്പൊ ഇതെന്തോ സീനാണെന്ന് തോന്നട്ടല്ലേ? ഇത് അവളുടെ വല്ല സുഹൃത്ത് പോലെ ആയിരിക്കുള്ളൂടാ. നീ ഇങ്ങനെയല്ല, അങ്ങനെ അങ്ങ് പോലെ ഇഷ്ടമല്ല എന്നെ. എടാ വലയും സുഹൃത്ത് വലയോ ഒന്നും അല്ലട്ടോ, ഇത് വേറെന്തോ വലയാണെന്ന് തോന്നണം. നിന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല. എടി, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരും. നീ എന്ത് തേങ്ങ ആലോചിച്ചോണ്ടിരിക്കുന്നു? കണ്ടത് My kick is a punch to your face, no hints. You will bend down on your knees, broke your ribs. No luck for the day. Got a punch back, got no time. Couple head for you did. Leave me alone, pay your mama for your help. Test my skills and you want for the help. One more, you gonna rise from the dead. When you need one punch and you're better off dead. Huh, huh. ലൈലു, കണ്ണൂർക്ക് ലൈലു, കണ്ണൂർക്കടാ ലൈലു. ഡാ എന്ത് പറ്റി ലൈലു? ആ കണ്ണൂർന്നാ എനിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? എഴുന്നേറ്റ് ഡബിള് അമ്മേ. ഓ സോറി, ഞാൻ അറിയാതെ. ഇത് ക്ലാര, ഞാൻ മേരി, ഞങ്ങള് ട്വിൻസ് ആണ്. ആണാ? പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്ന് നന്നായി വേദനിച്ചല്ലേ. ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ? അമ്മേ. പിന്നെ ചേട്ടൻ ചുമ്മാ പോളിയല്ലേ? ആണാ? ആണ്. അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചെറുപ്പിച്ചപ്പോ എന്താ ആവേശമായിരുന്നു. അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുന്നത്. ഈ പാദമുദ്രയാണോ പരിചയപ്പെടുന്നത്? അവരൊക്കെ ആരാ? മറ്റേ ഡിഷും അതാ ക്ലിൻഡും പിള്ളേരും. അവരൊക്കെ എന്റെ കൂടെ ടായ്ക്കൊണ്ടോ പഠിക്കുന്ന. ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പസി ഞാനാന്ന് വിചാരിച്ച അവന്മാർ ഇവളുടെ അടുത്ത് പോയെ. മേരി, നമുക്ക് പോവാം. വെയിറ്റ് ചെയ്യ്, നിക്കുന്നേ. ഈ തൈക്കോണ്ടോ അതെന്തോണ്ടോ? ടായ്ക്കൊണ്ടോ, കരാട്ടെ, കംഫു കേട്ടിട്ടില്ലേ? ഓ, ഈ അടിയിടി ചവിട്ടി വയറ്റത്തിട്ട് കുത്ത് ആ പരിപാടിയല്ലേ? മേരി, നീ വരുന്നുണ്ടേ, വാ, ഞാൻ പോവാം. വെറുതെ ചുമ്മാ ഷോ ഓഫ്. ചേട്ടാ എന്നാ ഞാൻ പോട്ടെ, നാളെ കോളേജിൽ കാണാം. ചക്ക പോട്ടെ. അപ്പൊ മറക്കണ്ട, മേരി ക്ലാര. മേരി ക്ലാര ആരാ? കൺഫ്യൂഷൻ. ഞാൻ ചെക്കനും നീ ചേട്ടനല്ലേ? എന്താണ് പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല. അസൈൻമെന്റ് എങ്കിലും ചെയ്തോ?
തനിക്കൊക്കെ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത്? കോലം കണ്ട അവന്റെ. നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി. പോ കടക്ക് പുറത്ത്. അവന്റെ ഒരു ന്യായീകരണം. ആ എന്റെ ആദരം ആരതി കറങ്ങി തിരിഞ്ഞിട്ട് ചോടിയൊരു മേരുടെ ഒരു ഇന്നലെ തുടങ്ങിയതാണല്ല. പുതിയ പാഠമാണ് ദ്വാരക. ഞാൻ മദ്രാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവന്മാർക്ക് റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക് ഫ്രീ ആണെങ്കിൽ ഒരു 200 പക്ഷെ പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ? സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടെ നിന്ന് പുറത്തുനിന്ന് സാർ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻ പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്ക്. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി.